കൂട്ടും ഒത്തും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വ്യത്യസ്ത വിഷയവുമായിട്ടാണ് ഞാൻ വരുന്നത്. ഇന്ന് പാട്ട് അല്ല, കർമ്മത്തിൻ്റെ സിദ്ധാന്തം, കർമ്മസിദ്ധാന്തം, അതായത് കർമ്മത്തിൻ്റെ കണക്ക് എന്ന് കേട്ടിട്ടില്ലേ? അതായത് ഒരു കാര്യം ചെയ്താൽ എന്താണ് അതിൻ്റെ ഫലം കൊല്ലത്തും കിട്ടുന്നു എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോൾ ശരിക്കും നമ്മളൊരു ഒരു പ്രവൃത്തി ചെയ്താൽ അതിനൊരു ഫലം ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ളതാവാം, ഇഷ്ടമില്ലാത്തതാവാം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളിൽ എല്ലാ കാര്യങ്ങളിലും 3 കാറ്റഗറി ആയിട്ട് തിരിക്കുകയാണെന്നുള്ളത്: സാത്വികമായിട്ടുള്ളത്, രാജസമായിട്ടുള്ളത്, പിന്നെ താമസമായിട്ടുള്ളത്. അപ്പോൾ ഏത് പ്രവൃത്തികളും നമുക്കിങ്ങനെ 3ആയിട്ട്, പ്രവൃത്തികളായാലും സാധനങ്ങളായാലും എന്തായാലും നമ്മൾ ഈ 3 കാറ്റഗറിയിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പം അങ്ങനെയാകുമ്പോൾ കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങളുണ്ട്, ദുഷ്കർമ്മങ്ങളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ചെയ്തപ്പോൾ ഈ ബൂമറാങ് തിയറി കേട്ടിട്ടുണ്ടാവും നമ്മളെ. അതുപോലെ ഐൻസ്റ്റീൻ്റെ ഒരു സിദ്ധാന്തങ്ങൾ, ഇഫ് ദർ ഈസ് ആൻ ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവുമെന്ന് ഉറപ്പാണ് അല്ലേ? അപ്പം നമ്മൾ ഒരു സാധനം പിന്നെ എറിയാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എറിഞ്ഞാൽ അതിനൊരു എഫക്റ്റ് വേറുണ്ട്. ഏതൊരു പ്രവൃത്തിക്കും ഒരു ഫലം ഉണ്ടാവും. അപ്പോൾ ഈ കർമ്മത്തിൻ്റെ കണക്ക് അതിഗുഹ്യമായ ഒരു കണക്കാണ്. കാരണം നമ്മൾ പല ആളുകളും പറയാറുണ്ട്, ഞാൻ ഈ ജന്മം അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഭഗവാനെ, എന്നിട്ട് എന്താണ് എനിക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട് ചിലർ. അപ്പോൾ ഈ ജന്മത്തെ കാര്യങ്ങളെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ മറ്റ് ജന്മങ്ങളുണ്ട് എന്നാണ് എല്ലാ മതവിഭാഗങ്ങളും ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് എന്തോ ആയിക്കോട്ടെ, എന്തായാലും ജന്മങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്, ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ ചിന്തകൾ പോകുമ്പോൾ നമുക്കും മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമുള്ളത്. കാരണം ഈ കർമ്മഫലത്തിനനുസരിച്ചാണ് ഓരോ ജന്മങ്ങളും നമ്മൾ എടുക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ കുട്ടികൾ, 3 കുട്ടികളുണ്ട് വിചാരിക്കുക. 3 കുട്ടികൾ ഈക്വലായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒരുക്കി, അവർക്കുള്ള പഠന സൗകര്യങ്ങൾ ഒരുക്കി, എല്ലാം ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈക്വലായിട്ട് ചെയ്തു തരിക, വളർന്നു വരുന്നു. പക്ഷേ ഈ 3 പേരും ഒരേ ലെവലിൽ വരില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്തൊക്കെ ചെയ്താലും 3 ആളും ചിലപ്പോൾ 3 രീതിയിലാവും വരിക. ഒരാൾ പഠനത്തിൽ മുന്നോട്ട് നിൽക്കുകയാണെങ്കിൽ വേറെ ആൾ കലയിലാവും മുന്നോട്ട് നിൽക്കുക. ചില ആൾക്കാർ രണ്ടും ഇല്ലാതെ വേറെ ടെക്നിക്കൽ സൈഡിലായിരിക്കും മുൻപന്തിയിൽ നിൽക്കുക. അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വരിക. നമ്മുടെ സൗകര്യങ്ങളൊക്കെ ഒരേപോലെ ചെയ്തു കൊടുത്തിട്ടും അങ്ങനെ വരുന്നു. ഈ വൈജാത്യം നമ്മുടെ പ്രകൃതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും കാണാൻ പറ്റും. ഇപ്പോൾ ഒരു തെങ്ങിൻ്റെ ഒരു കുല പരിശോധിച്ചാൽ അതിൽ എല്ലാ തേങ്ങയും ഒരേപോലെ വലുപ്പത്തിലും ഒരേ തൂക്കത്തിലും ആവില്ലല്ലോ ഉണ്ടാവും. അത് പല ടൈപ്പായിരിക്കും അല്ലേ? ചിലത് കൂരായിട്ട് പോയിട്ടുണ്ടാവും, ചിലത് എന്താ പറയുക, വേണ്ടത്ര രീതിയിൽ വിളവാവാതെ വീണ് പോവും. ഈ വിളവായാൽ തന്നെ എല്ലാത്തിൻ്റെയും ഉള്ളിലുള്ള കാമ്പും വെള്ളവും ഇതൊക്കെ ഒരേപോലെ അല്ല വരും, അവർക്ക് വ്യത്യാസങ്ങൾ വരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന വെച്ചാൽ മനുഷ്യന്മാരുടെ കാര്യത്തിൽ ഇങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നത് പല സൊസൈറ്റി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സമൂഹത്തിൽ പല ആളുകളും പല കുടുംബങ്ങളും പല രീതിയിൽ പല തട്ടുകളിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വേറെ വീട്, ഇപ്പോൾ ഒരച്ഛനും അമ്മേൻ്റെയും മക്കൾ തന്നെ പല രീതിയിലേക്ക് വീടൊക്കെ വെച്ച് പോകുമ്പോൾ മനസ്സിലായില്ല. ചില ആൾക്കാർ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ടാവും, ചില ആൾക്കാർ വളരെ മോശമാവും, ചിലവർ ഒരു മീഡിയത്തിൽ പോകും. അങ്ങനെയൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്? അപ്പോഴാണ് നമ്മുടെ ഈ കർമ്മഫലം ഉണ്ട് എന്നൊരു തോന്നൽ നമുക്ക് മനസ്സിലാവും. അതായത് കർമ്മങ്ങളെ പ്രധാനമായിട്ട് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ കർമ്മ സിദ്ധാന്തത്തിനെ കുറിച്ചൊക്കെ കർമ്മഖണ്ഡം അല്ലെങ്കിൽ കർമ്മങ്ങളെ കുറിച്ച് ഭഗവത്ഗീതയിലൊക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു അവസരത്തിൽ പറയാം. പൊതുവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ കർമ്മത്തിൻ്റെ വിഭജനം എന്ന് പറയുന്നത് ഏകദേശം ഒരു 3ആയിട്ട് കർമ്മത്തിനെ നമുക്ക് വേണമെങ്കിൽ വിഭജിക്കാം. ഒന്നാമത്തത് സഞ്ചിത കർമ്മം. എന്നുവെച്ചാൽ സഞ്ചിതം എന്ന് പറഞ്ഞാൽ സമാഹരിച്ചത്, സംഭരിച്ചത് എന്നാണ് അർത്ഥം. അപ്പോൾ സംഭരിച്ചത് എന്ന് പറയുമ്പോൾ എന്താ? ഈ ജന്മത്തെ ഇക്കോളും ഈ ജന്മത്തതും പ്ലസ് മുൻ ജന്മങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത, നമ്മൾ കളക്ട് ചെയ്തെടുത്ത, അല്ലെങ്കിൽ നമ്മൾ സമാഹരിച്ച കർമ്മത്തിൻ്റെ ഫലങ്ങളാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തത് മുതൽക്ക് മേലോട്ട് എത്ര ജന്മങ്ങളുണ്ടോ
അതിലൊക്കെ ഫലങ്ങൾ ഈ സഞ്ചിത കർമ്മത്തിൽ വരും. അതാണ് നമ്മൾ സംഭരിച്ച കർമ്മം എന്ന് പറയാം. രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ പ്രാരബ്ധ കർമ്മം, അതായത് സഞ്ചിതത്തിൽ നിന്ന് എടുത്തിട്ട് ഈ ജന്മത്തിൽ ഫലിക്കാൻ ആരംഭിച്ച കർമ്മങ്ങൾ. ഇതാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിത രേഖയും ലക്ഷ്യവുമെല്ലാം നിർണ്ണയിക്കുന്നത് ഈ ഒരു പ്രാരബ്ധ കർമ്മമാണ്. ഇപ്പം നമ്മുടെ ജന്മസ്ഥലം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സാമ്പത്തിക സ്ഥിതി, നമ്മുടെ ആരോഗ്യസ്ഥിതി, നമ്മളുടെ ജോലി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പ്രാരബ്ധ കർമ്മങ്ങൾ അനുസരിച്ചാണ് വരിക. അപ്പോൾ ഈ പ്രാരബ്ധം എന്ന് പറയുന്നത് എന്താണ്? ഈ സഞ്ചിതത്തിൽ നിന്ന് എടുത്താണ് ഈ ജന്മത്തിൽ ഫലിക്കാൻ പോണ കാര്യങ്ങൾ. സഞ്ചിതം എന്ന് പറയുമ്പോൾ സഞ്ചിതത്തിലുള്ളതിൻ്റെ ഫലങ്ങളെല്ലാം കൂടി അടുത്ത ജന്മത്തിൽ ഫുള്ള് വരില്ല, അത് കുറച്ചൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അത് വരാത്ത കർമ്മങ്ങളും ഉണ്ടാകാം. അപ്പോൾ അതിന് ഏതൊക്കെ വരുന്നു അതിനനുസരിച്ചാണ് നമ്മളുടെ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവുക. പിന്നെ മൂന്നാമത്താണ് ആഗാമിക കർമ്മം. വെച്ചാൽ ഭാവിയിൽ വരാൻ പോകുന്ന കർമ്മം. നാം ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഭാവിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, എന്താ പറയുക, ഇപ്പോൾ വരമ്പത്താണ് കൂലിയെന്ന്. മറ്റേ നേരത്തെ പറഞ്ഞ് കൊടുത്തത് കൊല്ലത്തും കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ കറക്റ്റ് കിട്ടിയത്. അപ്പോൾ ഈ വരമ്പത്താണ് കൂലി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പണി ചെയ്താൽ അപ്പം തന്നെ അതിന് കൂലി കിട്ടും, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ കൂലി കിട്ടുന്നില്ല. പക്ഷെ ആഗാമിക കർമ്മം എന്ന് പറയുന്നത് ഭാവിയിൽ വരാൻ പോകുന്ന കർമ്മമാണ്. നാം ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഭാവിയിലേക്ക് പോകുന്നു. ആഗാമി എന്നാൽ അഭിമുഖം, നേരിട്ട് വരുന്നത് എന്നാണ് അർത്ഥം. ആഗാമിക കർമ്മങ്ങൾ സഞ്ചിതത്തിലേക്ക് ചേർന്ന് പിന്നീട് പ്രാരബ്ധമായി മാറുന്നു. എന്ന് വെച്ചാൽ എന്താ, ഈ ആഗാമിക കർമ്മം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്യുന്നതാണ്, ഇത് ഭാവിയിലേക്കാണ് പോവുക. അപ്പം എന്താ ഭാവിയിലേക്ക് പോവുക എന്ന് പറയുമ്പം നമ്മുടെ സഞ്ചിത കർമ്മത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് അത് പോവുക. അത് പിന്നെ എന്തായി, അടുത്ത ജന്മത്തിൽ അനുഭവിക്കാൻ പോണ പ്രാരാബ്ധ കർമ്മമായിട്ട് വരും. മനസ്സിലായില്ലേ? ഇപ്പോൾ ലഭിച്ച ജീവിതത്തിൽ അധർമ്മം, ദുശ്ശീലങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലങ്ങൾ അനുസൃതമായി ഭാവി ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും. അതാണ് കർമ്മം. പ്രവർത്തനം മാത്രമല്ല, വികാരവും ഉദ്ദേശവും മനസ്സിൻ്റെ അവസ്ഥയും അതിൻ്റെ ഭാഗവുമാണ്. അപ്പോൾ കർമ്മം എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി മാത്രമാണ് കർമ്മം എന്ന് പറയുന്നില്ല. കർമ്മം ശരിക്കും നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യുന്ന എല്ലാതും കർമ്മം തന്നെയാണ്. ഇപ്പോൾ കണ്ണുകൊണ്ട് നോക്കുക എന്നുള്ളത് ഒരു കർമ്മമാണ്. അപ്പോൾ നോട്ടം എന്ന രീതിയിൽ നമ്മൾ എവിടേക്കൊക്കെ നോക്കണു, അപ്പോൾ അതിലും സാത്വികം, രാജസം, താമസം എന്ന രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. സാത്വികമായതാണോ കാണുന്നത്, അത് രാജസമായതാണോ കാണുന്നത്, താമസമായതാണോ കാണുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഫലങ്ങൾ വരും. പിന്നെ ചിന്തയും ഒരു ആക്ടിവിറ്റിയാണ്, ഒരു പ്രവൃത്തിയാണ്. നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റി പോലെയല്ല. ചിന്ത നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ എന്താണ്, ചിന്തയും എന്താണ്, ഒരു പ്രവൃത്തിയാണ്. ഒരു ദിവസം ഏകദേശം ഒരു 60,000 to 65,000 റേഞ്ചിൽ ചിന്തകൾ നമ്മുടെ തലച്ചോറിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ചിന്തകൾ എന്താണ് ശരിക്കും, അപ്പോൾ അതിലും നമുക്ക് ഈ സാത്വിക, ഈ രാജസ, താമസ വിഭാഗം കൊണ്ടുവന്നാൽ, അപ്പോൾ ഈ ചിന്ത തന്നെ നല്ല രീതിയിൽ ചിന്തിച്ചൂടെ? പിന്നെ കുറച്ച് മോശമായിട്ട് ചിന്തിക്കാം, അതിലും വളരെ മോശമായിട്ട് ചിന്തിക്കാം. അപ്പോൾ ഈ ചിന്തകൾ അതൊരു പ്രവർത്തനം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഈ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനർജി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് അയക്കണമല്ലോ. അപ്പോൾ ഞാനൊരാളെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു തരംഗം, ചിന്തയുടെ തരംഗം അയാളിലേക്ക് എത്തുന്നുണ്ട്. നമുക്ക് എങ്ങനെ പോകുന്നു വെച്ചാൽ, നമ്മൾ ഈ പണ്ട് മാൻഡ്രേക്കിൻ്റെ ഒക്കെ കഥ വായിച്ചാൽ ഈ അതീന്ദ്രിയ ശബ്ദം, പിന്നെ ടെലിപ്പതി എന്നൊക്കെ കേട്ടില്ലേ? ചില ആൾക്കാർ നമ്മളെ നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ ചിലപ്പോൾ ഉണ്ടാവും. കാരണം ഒരാളെ ഫോൺ ചെയ്യാൻ, ഞാനിപ്പോൾ നിങ്ങളെ അങ്ങോട്ട് വിളിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്നു, അപ്പം നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു, പലപ്പോഴും പറയാറുണ്ട് അല്ലേ? അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ, ടെലിപ്പതിയാണ്. നമ്മളൊരു ട്യൂണിങ് കറക്റ്റ് ആകുമ്പോൾ ശരിക്കും നമ്മൾ ഈ പ്രപഞ്ചശക്തി എന്ന് പറയുന്നതാണ്, ഈശ്വരൻ എന്ന് പറയുന്നത് തന്നെയാണ്. പ്രപഞ്ചശക്തിയുടെ ട്യൂണിങ് ആയിട്ട് നമ്മൾ മാച്ച് ആകുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും വെളിപ്പെടുക. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് കർമ്മങ്ങളെക്കുറിച്ചാണ്. 3 തരം കർമ്മങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്: സഞ്ചിത കർമ്മം, പ്രാരബ്ധ കർമ്മം, ആഗാമിക കർമ്മം. അപ്പോൾ സഞ്ചിതം എന്ന് പറഞ്ഞാൽ സംഭരിച്ച കർമ്മങ്ങളാണ്. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ ജന്മത്തൊക്കെ നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത സാധനത്തിന് നമുക്ക് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ക്ലോക്കിനെ തിരിച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഞാൻ SLC എഴുതുകയാണ്, എനിക്കൊരു എന്താ പറയുക
ഫുൾ എ പ്ലസ് വാങ്ങാൻ എനിക്ക് ശ്രമിച്ചാൽ കിട്ടുന്നൊരു തോന്നലുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ എസ് എൽ സി പറ്റില്ല, ഞാൻ റിട്ടയർ ചെയ്ത ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ഇനിയിപ്പോൾ എസ് എൽ സി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. മറ്റു കാര്യങ്ങൾക്കൊന്നും പിന്നോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഈ കാലചക്രം എപ്പോഴും എങ്ങോട്ടേ പോകുള്ളൂ, മുന്നോട്ട് മാത്രമേ സമയം മുന്നോട്ടേ കടന്നു പോകുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞ് ബാക്കിലേക്ക് പോകാൻ തന്നെ നടക്കുന്ന കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ചിത കർമ്മത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല ജപധ്യാന കാര്യങ്ങളെ കൊണ്ടൊക്കെ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നുള്ള രണ്ടാമത്തെ പ്രാരബ്ധ കർമ്മം. പ്രാരബ്ധ കർമ്മത്തിൽ നമ്മൾ ആഗമിക കർമ്മത്തിലും, ആഗമികം എന്ന് പറയുമ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതാണ്. മറ്റേ പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അനുഭവവേദ്യമാവുന്ന, അതായത് കഴിഞ്ഞ ജന്മത്തിൽ ആർജിച്ചതെന്ന് അതിൻ്റെ ഫലം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ജന്മത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ. അപ്പം അതിലൊക്കെ നമുക്ക് വിട്ടുവീഴ്ചകളും എന്താ പറയുക, കുറച്ചൊക്കെ ഒരു ടോളറൻസും ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ എന്താവും, അതിൻ്റെ തീവ്രത കുറഞ്ഞു കിട്ടും. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തിന് എന്നെ കുറ്റം പറയുകയാണെങ്കിൽ എന്നെ ശരിക്കും തേജോവധം ചെയ്യണം. എനിക്കറിയാതെ ഞാൻ ചെയ്തതല്ല. ആ പറയുന്ന ആളുകളിൽ മിക്ക പേർക്കും അറിയാം അത് ഇയാൾ ചെയ്തതായിരിക്കില്ല, അയാൾ അങ്ങനെ ചെയ്യുന്ന ആളല്ല. പക്ഷെ എന്നാലും എന്നെ കുറ്റപ്പെടുത്തുകയാണ്, എന്നെ ഒരു ബ്ലെയിം ചെയ്ത് എന്നെ ശിക്ഷിക്കപ്പെടുകയാണ് ഇരിക്കുക. പക്ഷെ ആ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങും, കാരണം ഞാനത് അല്ലാന്ന് തെളിയിക്കാൻ പോകില്ല. അപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് എന്താണ് അവിടെ അറിയുന്നത്? കർമ്മഫല സിദ്ധാന്തം അനുസരിച്ച് എന്നിൽ ആർജിതമായിരുന്ന നെഗറ്റീവായിട്ടുള്ള അതിൻ്റെ ആ ഒരു തീവ്രത കുറച്ച് കുറഞ്ഞു കിട്ടും. നമ്മൾ അനുഭവിച്ച് പോയി കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ വേണമെങ്കിൽ ഈ സാധനം പരീക്ഷിക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയാം? ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഭാര്യയോ ഭർത്താവോ, അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭാര്യ, ഭാര്യയാണെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ കുട്ടികൾ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, ഇപ്പോൾ നമ്മുടെ സബോർഡിനേറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഹയർ ഒഫീഷ്യൽസോ നമ്മൾ പറയാം ഇത് ചെയ്തിട്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന്. ഞാനല്ല എന്ന് എല്ലാവർക്കും എനിക്ക് 100% ബോധ്യമുള്ള കാര്യം. പക്ഷെ അതങ്ങനെ സഹിക്കാൻ നമ്മൾ സാധാരണ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ എന്താ നമ്മൾ ചെയ്യുക? നമ്മളത് അതിനെ എന്താ പറയുക, പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും, അല്ലേ? ഞാനല്ലേ ചെയ്തതെന്ന് തെളിവ് ഞാൻ തരത്താം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിനെ വളരെയധികം തർക്കിച്ച് അതിനെ ജയിക്കാൻ വേണ്ടി നോക്കും. പക്ഷെ അല്ലാതെ എൻ്റെ ഈ സഞ്ചിത കർമ്മത്തിൽ ഈ പ്രാരാബ്ധ കർമ്മ എന്താ പറയുക, പ്രാരാബ്ധത്തിലേക്ക് കയറുന്ന ആ ഒരു സാധനം കുറച്ചെങ്കിലും കുറഞ്ഞു കിട്ടുമല്ലോ. അവർ പറയട്ടെ ഇതിപ്പോൾ ഞാനല്ല ചെയ്തതെന്ന് എനിക്കും ഈശ്വരൻ എന്നുള്ളത് പ്രപഞ്ച അല്ലെങ്കിൽ ഈ ഒരു പ്രകൃതി ശക്തിക്ക് എന്നറിയാലോ, അതങ്ങനെ പോട്ടെ. അങ്ങനെയാകുമ്പോൾ നമ്മളത് കുറയായി നമുക്ക് കുറേ എന്താ പറയുക ടെൻഷൻ ഒഴിവായി കിട്ടും, അഡ്രിനാലിൻ്റെ പ്രൊഡക്ഷൻ ഒഴിവായി കിട്ടും, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും. നല്ലൊരു പ്രാക്ടീസാണ്, ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ആഗമിക കർമ്മത്തിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അത് ഈ ജന്മത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ആഗമിക കർമ്മത്തിൽ നമുക്കത് കർമ്മം ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ചിന്തിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അബദ്ധങ്ങൾ, കാരണം മറ്റുള്ളവന് ഉപകാരം ഉള്ളത് എപ്പോഴും ചെയ്യാൻ നമുക്ക് പറ്റിക്കോണമെന്നില്ല, എന്നാലും ഉപദ്രവം ഇല്ലാത്ത ചെയ്യാലോ, ചെയ്തൂടെ? ഒരു കാര്യം ചെയ്യുന്നത് വേറെ ആൾക്ക് ഉപദ്രവമാണ് തോന്നുന്ന പക്ഷം അത് ഒഴിവാക്കുകയും ചെയ്യാലോ. ഇനി ഒരാൾക്ക് എപ്പോഴും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല, എന്നാലും ഉപകാരം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉപദ്രവം ചെയ്യാതിരുന്നാൽ തന്നെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ പോസിറ്റീവ്സിനെ നമ്മളെ ബാങ്ക് ബാലൻസിലേക്ക് കിട്ടാം. അപ്പോൾ അതൊരു ബാങ്ക് ബാലൻസ് ആയിട്ട് നമ്മൾ ഉദാഹരിച്ചാൽ, അപ്പോൾ നമ്മളൊരു ക്യാരി ഫോർവേഡ് ബാലൻസ് നമ്മൾ അടുത്തൊരു പേജിലേക്ക് മാറുമ്പോൾ BF ബാലൻസ് ഫോർവേഡ് എഴുതാറുണ്ട്, അല്ലേ? അപ്പോൾ ഈ ബാലൻസ് ഫോർവേഡഡ് ആണ് എന്ത്? സഞ്ചിത കർമ്മം. കഴിഞ്ഞ ജന്മങ്ങളിൽ ആർജിച്ച ബാലൻസ് ആണ് ഈ ബാലൻസ് ഫോർവേഡ് ആണ് സഞ്ചിത കർമ്മം. ഇപ്പം നമ്മൾ എഴുതുന്ന കണക്ക്, അതിൻ്റെ സാഹചര്യങ്ങൾ, കണക്ക് എഴുതാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടോ, ലൈറ്റ് കാര്യങ്ങൾ, കമ്പ്യൂട്ടർ ഉണ്ടോ, ഉണ്ടോ, അതൊക്കെ നമ്മളെ പ്രാരബ്ധ കർമ്മങ്ങളായി ബന്ധപ്പെട്ട് വരും. ഇനി ഇത് കണക്ക് എഴുതുന്നതിലുള്ള കാര്യങ്ങൾ, അത് സത്യസന്ധമായിട്ടാണോ എഴുതുന്നത്, അതോ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വെള്ളം കൂടിയിട്ടാണോ എഴുതുന്നത്, യഥാർത്ഥത്തിലുള്ളത് മറച്ചു വെച്ചുകൊണ്ടാണോ എഴുതുന്നത്? അപ്പം അങ്ങനെയൊക്കെയുള്ളതാണ് എന്ത് ഈ ജന്മത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ. ഇതിൻ്റെ ഫലം അടുത്ത പേജിലേക്കാണല്ലോ പോവുക, ഉറപ്പന്നല്ലേ? അപ്പം നമ്മൾ ഈ കണക്കൂട്ടിയതിൻ്റെ ബാലൻസ് എങ്ങോട്ട് പോവുക? അടുത്ത പേജിലേക്ക് പോവുക. ഇതന്നെയാണ് അടുത്ത സഞ്ചിത കർമ്മത്തിലേക്ക് പോവും. അത് പിന്നെ പ്രാരാബ്ധത്തിലേക്ക് ഇറങ്ങി പിന്നെ അത് ആഗമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സൈക്ലിക് ആക്ഷനാണ് ഇത് വരുന്നത്. സത്യം പറഞ്ഞാൽ കർമ്മത്തിൻ്റെ തിയറി എന്ന് പറയുന്ന ഒരു ചാക്രികമാണ്. അപ്പോൾ എത്ര ജന്മങ്ങളുണ്ടെന്നോ, ഇനി എത്ര ജന്മങ്ങളുണ്ടെന്നോ, എത്ര ജന്മങ്ങൾ കഴിഞ്ഞു എന്നോ ഉള്ള ത്രികാല ജ്ഞാനം നമുക്കാർക്കും ഇല്ല.
അപ്പം അത് ഉണ്ടാവണമെങ്കിൽ ചില സയൻസിലൊക്കെ അത്രയും ആത്മീയ തലത്തിൽ ഉയർന്ന ആചാര്യന്മാർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചൊരു ഗൃഹസ്ഥൻ എന്ന രീതിയിൽ നമുക്കത് പ്രാപ്യമായ ഒരു മേഖലയല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് അറിയാൻ പറ്റില്ല. അപ്പം എന്തായാലും ഇപ്പം നമുക്ക് അനുഭവിക്കുന്ന കാര്യങ്ങൾ അപ്പം അതിൽ നല്ല രീതിയിൽ ആയിക്കഴിഞ്ഞാൽ എന്താവും, അടുത്ത ക്യാരി ഫോർവേഡ് അടുത്ത പേജിലെങ്കിലും ഇതിൻ്റെ നെഗറ്റീവ് ബാലൻസ് കുറഞ്ഞിട്ട് പോസിറ്റീവിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു, അത് 100% സത്യമായൊരു കാര്യമാണ്. കാരണം ഒരു സാധനത്തിനെ നമ്മൾ തള്ളിയാൽ, അപ്പോൾ ആ തള്ളിയാൽ ആ ഒരു ഊർജ്ജം പ്രയോഗിക്കുമ്പോൾ ആ ഊർജ്ജം നിൽക്കണവരെ അത് പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. അത് പോകുമ്പോൾ അതിനൊരു എഫക്റ്റ് ഉണ്ടല്ലോ. ഒരു വലിയ ഗോളാണെങ്കിൽ അത് പോകുമ്പം അതിൻ്റെ അടിയിലുള്ള ചെറിയ ജീവികളൊക്കെ അതിൽ പെട്ട് അരഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു വായുമണ്ഡലത്തിനൊരു ത്രഷ് വരാൻ വരുന്നുണ്ട്. അതിൻ്റെ മാർഗത്തിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തടസ്സപ്പെടാതെ കേടുവരാനോ അല്ലെങ്കിൽ തടസ്സപ്പെടാനോ അതിൻ്റെ സ്വാഭാവികം ഒരു ചേരട്ട കുറുകെ പോകേണ്ടിയിരിക്കും. അപ്പോൾ ഈ സാധനം ഉരുട്ട് പോകുമ്പോൾ ആ ചേരട്ടയ്ക്ക് ഇത് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മൾ കാണാത്ത, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കർമ്മത്തിൻ്റെ തിയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രയാസമാണ് എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെ കുലങ്കുഷമായിട്ട് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് കർമ്മങ്ങൾ ചെയ്താൽ അപ്പം അതിൻ്റെ ഗുണം ഈ ജന്മത്തിലും ഉണ്ടാവും, വരും ജന്മങ്ങളിലും നമുക്കിത് അനുഭവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് നിർത്തുകയാണ്. ഇനി ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി മറ്റ് പാട്ടും ഒത്തുമായി വീണ്ടും കാണാം. അതുവരേക്കും വണക്കം.